ഈ കാണുന്ന ഭാഗത്താണ് ഇന്ന് ഡ്യൂട്ടി ഉള്ളത്. ഈ ഭാഗം മുഴുവൻ കുന്നും മലയുമാണ്. അടുത്തടുത്തായി വീടുകളില്ല. സാധാരണ നമ്മൾ ഇടുന്ന വീഡിയോകളിൽ ഭൂരിഭാഗവും കാണിക്കുന്നത് പാടശേഖരവും മറ്റുമാണല്ലോ. ഇതാകട്ടെ നിറയെ റബ്ബറും തോട്ടവും മറ്റുമാണ്. ഇത് കുറച്ച് താഴെയായുള്ള ഒരു വീടിന്റെ റീഡിംഗ് എടുത്ത് തിരിച്ചു വരുന്ന വഴിയാണ്. മല എന്ന് പറയുമ്പോൾ ഇടുക്കിയിലൊക്കെ ഉള്ളത് പോലത്തെ വലിയ മലകളൊന്നുമല്ല കേട്ടോ. കുറച്ച് വലിയ കയറ്റങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശം. നേരെ കാണുന്ന വഴി ഒരു വീട്ടിലേക്കുള്ളതാണ്. ആ റബ്ബറിനിടയിലൂടെ നോക്കിയാൽ താഴെയുള്ള വീട് കാണുവാൻ സാധിക്കും. ആ വീട്ടിലേക്ക് സ്കൂട്ടറിന് പോവുക ബുദ്ധിമുട്ടാണ്. നടന്നാണ് പോയി റീഡിംഗ് എടുക്കുക. ആ വീട്ടിലെയും നേരെ കാണുന്ന വീടിന്റെയും റീഡിങ് ഓൾറെഡി നമ്മൾ എടുത്തതാണ്. ഇനി ഈ വഴി തീരുന്നിടത്ത് കുറച്ച് വീടുകൾ അടുത്തടുത്തായുണ്ട്. ഇപ്പോൾ കാണുന്ന വഴിയിൽ ആകെ 3 വീടുകളാണ് ഉള്ളത്. നേരെ ചെല്ലുന്നത് ഒരു ടാറിട്ട വഴിയിലേക്കാണ്. സ്കൂട്ടർ ഇവിടെ വെച്ചാൽ പിന്നീട് റീഡിംഗ് എടുക്കാനുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞ കുറെ വീടുകൾ അടുത്തടുത്തായുള്ള പ്രദേശം. ഈ ഭാഗത്ത് കുടിവെള്ള ലഭ്യത അല്പം കുറവാണ്. നമ്മൾ ആദ്യം കണ്ട താഴെയുള്ള വീടിന്റെ തൊട്ടുപറ്റിയിരിക്കുന്ന മോട്ടോർ പുരയിൽ നിന്നാണ് ഈ ഭാഗത്തേക്കുള്ള വീടുകളിലേക്ക് വെള്ളം എത്തിക്കുന്നത്. ഈ ഭാഗം കഴിഞ്ഞാൽ പിന്നെയും വീടുകൾ അകന്നകന്നായാണ്. പണ്ട് എനിക്ക് സൈക്കിൾ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഈ ഭാഗത്തേക്ക് സൈക്കിൾ ചവിട്ടി റീഡിംഗ് എടുക്കുവാൻ വന്നിട്ടുണ്ട്. ഈ ഭാഗത്തെ വീടുകൾ ഇതുപോലെ പല തട്ടുകളായാണ്. നിലവിൽ ആ കാണുന്ന വീട്ടിൽ ആൾതാമസമില്ല എങ്കിലും നമുക്ക് റീഡിംഗ് എടുക്കുവാൻ ആ വീട്ടിൽ ചെല്ലണം. ആ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. അവിടെ ആ വീട് മാത്രമല്ല കേട്ടോ ഉള്ളത്. നേരെ ഒരു മോട്ടോർ പുര കണ്ടില്ലേ? അതുകൂടാതെ താഴെ കാണുന്ന പാടശേഖരത്തിലുമുണ്ട് ഒരു മോട്ടോർ പുര. പാടശേഖരത്തെ മോട്ടോർ പുര മഴക്കാലങ്ങളിൽ കട്ട് ചെയ്ത് വെക്കാറുള്ളതാണ്. വേനൽക്കാലങ്ങളിൽ മാത്രമാണ് പാടശേഖരത്തിലെ മോട്ടോർ പുരയിൽ റീഡിംഗ് എടുക്കുവാൻ സാധിക്കാറുള്ളത്. കൃഷി ആവശ്യത്തിന് മാത്രമായി കൊടുക്കുന്ന കണക്ഷനാണ്. ഇത്തരത്തിലൊരു ബോർഡിലാണ് പിടിപ്പിക്കുക. മഴക്കാലത്ത് ഈ ഷെഡ് മുങ്ങുന്നത് കൊണ്ടാണ് മീറ്റർ അഴിച്ചു വെക്കുന്നത്. മറ്റൊരു പുതിയ മോട്ടോർ പുര അങ്ങറ്റത്തായി പണിയുന്നുണ്ട്. ഈ സ്ലാബിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഒച്ച കേൾക്കുന്നത് രസകരമായി തോന്നി. ചാടി ചാടിയാണ് നടക്കുക. ആദ്യം നമ്മൾ മുകളിൽ നിന്ന് കണ്ട വീട്ടിലേക്കാണ് ഈ താഴെ നിന്ന് നമ്മൾ കയറി ചെല്ലുന്നത്. ആ വീടിന്റെ മുറ്റത്തേക്ക് എത്തിയാൽ നമ്മൾ ആദ്യം റീഡിംഗ് എടുത്ത വീട് കാണുവാൻ സാധിക്കും. മൺതട്ടിന് മുകളിലായ ഈ ഒരു ഭാഗത്ത് ജോലി തീർക്കുവാൻ അത്യാവശ്യം നല്ല രീതിയിൽ സമയം വേണ്ടി വരും. ഇപ്പോൾ കണ്ട മോട്ടോർ പുരയിൽ നിന്നാണ് കുറച്ചകലെ ഉയരത്തിലായുള്ള മറ്റൊരു പ്രദേശത്ത് കൃഷി ചെയ്യുന്നതിനായി വെള്ളം കൊണ്ടുപോകും. ഇവിടെ ആകെ ഈ ഒരു മോട്ടോർ പുര മാത്രമാണുള്ളത്. ഈ ഭാഗത്തേക്ക് എത്തിയപ്പോഴേക്കും അല്പം താമസിച്ചിരുന്നു. ഈ കാണുന്ന റബ്ബറും തോട്ടത്തിന്റെ പകുതി വരെ നമ്മുടെ വണ്ടി എത്തും. ബാക്കി ദൂരം നടന്നാൽ മതിയാകും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഫോളോ ചെയ്താൽ ഇത്തരത്തിലുള്ള കണ്ടന്റുകളായിരിക്കും ലഭിക്കുക.